പേഴ്സണൽ സ്റ്റാഫിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിയമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നപ്പോൾ പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ മന്ത്രിയും അതിനെ ന്യായീകരിക്കുകയാണ് ആദ്യം ചെയ്തത്. ജനകീയ പ്രതിഷേധം ശക്തിപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറി അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. ബെന്നി രാജിവെച്ചുവോ എന്നുള്ളതല്ല പ്രശ്നം. സത്യപ്രതിജ്ഞ ലംഘനം നടത്തി സ്വജനപക്ഷപാതം നടത്തിയ മന്ത്രിയുടെ നിലപാടിനെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ധാർമ്മികമായ നിയമപരമായ ചോദ്യം. ആ ചോദ്യത്തിന് ഇതേവരെ ഫലപ്രദമായ മറുപടി മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. സ്വജനപക്ഷപാതം വന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. രാജിവെച്ചോ രാജിവെപ്പിച്ചോ എന്നുള്ളതിനേക്കാളും പ്രധാനമതാണ്. അതിനിതേവരെ ഉത്തരം പറഞ്ഞില്ല. തുടർന്നാണ് വളരെ ഗൗരവതരമായ പ്രശ്നം നമ്മൾ വീണ്ടും അഭിമുഖീകരിക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ശബരിമല പ്രശ്നത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ വക്കീലായി പ്രവർത്തിക്കുകയും കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും മാധ്യമങ്ങളോട് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു അഭിഭാഷകനെ BJPയുടെ പ്രധാനപ്പെട്ട സന്തത സഹചാരിയാണ്. അങ്ങനെയൊരു BJPയുടെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകനെ KV പ്രദീപിനെ ഏത് വകുപ്പിനെതിരായിട്ട് ഏത് കേസിനെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് പ്രതിക്ക് വേണ്ടി വാദിച്ചോ ആ വാദിച്ച അതേ അഭിഭാഷകനെ ശബരിമല കേസ് ഉൾപ്പെടെയുള്ള കേസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ചുമതല കൊടുത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു എന്നുള്ളത് അതീവ ഗൗരവമായ പ്രശ്നമാണ്. അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം അദ്ദേഹം ഈ സ്വർണ്ണ കൊള്ള ഉൾപ്പെടെയുള്ള കേസിലെ ഏതെല്ലാം ഫയലുകളാണ് കണ്ടത്, ഏതെല്ലാം ഫയലുകളാണ് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഗൗരവതരമായ പ്രശ്നം അതിന്റെ ഭാഗമായിട്ട് ബാക്കിയിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് നിയമനം നടത്തിയത്? വകുപ്പ് മന്ത്രി പോലും അറിയില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി സമ്മതിച്ചതാണ്. പക്ഷേ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് അംഗീകരിച്ചതുകൊണ്ട് വേറെ വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് ന്യായീകരിക്കാൻ പിന്നീട് ശ്രമിച്ചത്. വളരെ അപകടകരമായ ഒരു നിലപാടാണ്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോഴെല്ലാവരും പൊതുവായിട്ട് സമ്മതിക്കുന്ന രീതിയിലേക്ക് എത്തി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കേരളം മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. വലിയ രീതിയിലുള്ള പനി, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ കോളറ, ഇതെല്ലാം നിപ്പ ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ കേരളത്തിൽ ഇപ്പോഴും പടർന്ന് വരികയാണ്. നിപ്പ പോലുള്ള വളരെ ഗൗരവമുള്ള, ചികിത്സിച്ചാൽ തന്നെ ഭേദമാക്കാൻ പ്രയാസപ്പെടുന്ന, ലോകം മുഴുവൻ ഉത്കണ്ഠപ്പെടുന്ന രീതിയിലുള്ള ഒരു അസുഖം. അതാണ് നിപ്പ ബാധിതരായ രോഗികളെ സംബന്ധിച്ചത്. ജനങ്ങൾ തന്നെ ഉത്കണ്ഠപ്പെടുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗൗരവതരമായ പ്രതിരോധ പ്രവർത്തനം നടത്താൻ ആകെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ജനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരും ചേർത്ത് മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലും നിപ്പോ കോഴിക്കോട് വന്നു. അതിനുശേഷം ശോഭന ജോർജ് മന്ത്രിയായിരുന്നപ്പോഴും വീണ ജോർജ് മന്ത്രിയായിരുന്നപ്പോഴും ഈ പ്രശ്നം വന്നു. അപ്പോഴൊക്കെ എന്താ ചെയ്തത്? അവരവിടെ ഓടിയെത്തി
പ്രതിരോധത്തിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയും ഇത് ഈ പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. മന്ത്രി യഥാർത്ഥത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടലിന് ശ്രമിക്കാതെ നേരെ തിരിച്ച് വരികയാണ് ചെയ്തത്. അതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം. പിന്നീട് എന്താണ് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്നുള്ളത് ഇതുവരെ അത് ശരിയായിട്ടില്ല. അവിടെ MLA മുൻ മന്ത്രി റിയാസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഫലപ്രദമായൊരു ഇടപെടൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ സഹകരിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഈ സങ്കീർണമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നതിന് പകരം ഡയറക്ടറെ തന്നെ മാറ്റുകയാണ്. ഡയറക്ടറെ തന്നെ തരം മാറ്റുക മാത്രമല്ല, അവരുടെ പേരിൽ നടപടി പോലെ തരം താഴ്ത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഫലപ്രദമായിട്ട് അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം കൊടുക്കേണ്ടുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും മുന്നോട്ടേക്ക് നയിക്കേണ്ടുന്ന ഗവൺമെൻറ് അതുപോലെ തന്നെ മന്ത്രി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ്റിന് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കാണ്. ഞാൻ ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് പറഞ്ഞു. ആ രീതിയിൽ അടിയന്തരമായി ഇതിപ്പോൾ ഒരു വീഴ്ച എന്നുള്ളതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനല്ല, അടിയന്തരമായി ഇടപെട്ട് ഫലപ്രദമായ രീതിയിലുള്ള രോഗപ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം ആവശ്യമായ സമീപനം സ്വീകരിക്കണം. അതിന് CPIM-ൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പം പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമലയിൽ നേരത്തെ സ്ത്രീ പ്രവേശന സമയത്ത് സ്ത്രീകളെ കയറ്റിയ സമയത്ത് പത്മകുമാറോ അന്നത്തെ ADGPയോ പോലും അറിയാതെയാണ് അങ്ങനെ ഒരു നീക്കം നടന്നത്. പത്മകുമാറാണത് പറയുന്നത്. എന്താണ് പക്ഷേ അതിൽ പറയുന്നത്? അറിയില്ല. അതിനെ സംബന്ധിച്ചെല്ലാം പത്മകുമാറാണെന്ന് ചോദിച്ചാൽ മതി. അക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പത്മകുമാർ എന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടിയില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം തന്നെ പറയട്ടെ.